ഗുഡ് മോർണിംഗ്. നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷനിലെ അടുത്ത സെക്ഷനാണ് റീഡിംഗ് കാർഡ്സ്. റീഡിംഗ് കാർഡ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ തന്നെ നമുക്കറിയാം, നമുക്ക് വായിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതായത് ലാംഗ്വേജ് സ്കില്ലിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഫ്ലാഷ് കാർഡുകളെയാണ് നമ്മൾ റീഡിംഗ് കാർഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഫ്ലാഷ് കാർഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് കണ്ടു. അതുപോലെ തന്നെയാണ് നമ്മുടെ റീഡിംഗ് കാർഡ്സ്. അപ്പോൾ റീഡിംഗ് കാർഡ്സിൻ്റെയും എയിം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഇംപ്രൂവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ടു ഇൻക്രീസ് ദ ലാംഗ്വേജ് സ്കില്ല് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫോർ എക്സാമ്പിൾ ലാംഗ്വേജ് സ്കിൽ, എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു വേർഡ് എഴുതി, അപ്പൊ കുറച്ച് വേർഡ്സ് നമ്മൾ ഇതുപോലെ കുട്ടികൾക്ക് ഓരോ കാർഡിൽ കൊടുക്കുവാണ്. ഹി ഈസ്, ബോയ്, ഇങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ നമ്മൾ കൊടുത്തു. അപ്പൊ നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് കുട്ടികൾക്ക് എന്താണ് സെന്റൻസ് മേക്കിംഗ് ഉണ്ടാക്കാവുന്നതാണ്. ഒരു ആക്ടിവിറ്റി പോലെ കുട്ടികളെ കൊണ്ട് തന്നെ എന്താണ് കുറേ വേർഡ്സ് നമ്മൾ ഓരോ കാർഡായിട്ട് ഫ്ലാഷ് കാർഡുകളായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളോട് മേക്ക് എ സെന്റൻസ്, ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ നമുക്ക് പറയാവുന്നതാണ് അല്ലെ. അപ്പൊ ഇതെന്താണ് ഹി ഈസ് എ ബോയ് എന്ന് അവരുണ്ടാക്കാം. അപ്പൊ ഇതിലൂടെ കുട്ടികൾക്ക് എന്താണ് അവർക്കുടെ ലാംഗ്വേജ് സ്കില്ല് കൂടുന്നു. കൂടുതലും സൈറ്റ് വേർഡ്സും മറ്റു കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീഡിംഗ് കാർഡ്സ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഫോണറ്റിക് സ്കില്ല്, അതായത് സൗണ്ട്, നമുക്കറിയാം ഇംഗ്ലീഷിലെ സൗണ്ട്സും അതിൻ്റെ ഉച്ചാരണങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ റീഡിംഗ് കാർഡ്സുകൾ യൂസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ലാംഗ്വേജ് സ്കില്ല് ഇൻക്രീസ് ചെയ്യും. അതോടുകൂടി അവർക്കുടെ വൊക്കാബുലറി ബിൽഡിങ് കൂടുന്നു. അതായത് അവർക്ക് കുറേ പദങ്ങൾ, കുറേ വാക്കുകൾ അവർക്ക് ഇതിൽ നിന്ന് കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ മെമ്മറി റീകോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ് അവരത് തന്നെ ചെയ്യുമ്പോൾ എന്താണ് അവർക്കുടെ ഓർമ്മയിൽ നിൽക്കുകയും അത് വീണ്ടും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അതാണ് മെമ്മറി റീകോൾ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ സെൽഫ് ലേണിങ്ങിന് സഹായിക്കുന്നതാണ്, സ്വന്തമായിട്ട് ചെയ്യാനും അത് പഠിക്കാനും. അതുകൊണ്ട് തന്നെ അതെന്താണ് എൻഗേജ്മെന്റ് ആണ്, റിപ്പീറ്റേഷൻ ആണ്. അവർക്ക് റിപ്പീറ്റ് ചെയ്ത് സ്വയം പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റീഡിംഗ് കാർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ റീഡിംഗ് കാർഡ്സിന്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൊക്കാബുലറി ബിൽഡിങ്ങും അതുപോലെ തന്നെ ഇംപ്രൂവ് ദ ലാംഗ്വേജ് സ്കിൽ ആൻഡ് ഫോണറ്റിക് സ്കില്ലും ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ ബൂസ്റ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ദെൻ മെമ്മറി കൂട്ടുന്നതായിരിക്കും, റീകോൾ ഉണ്ടാവുന്നതായിരിക്കും, എൻഗേജ്മെന്റ് ആൻഡ് റിപ്പീറ്റേഷൻ. ഇതെല്ലാമാണ് എന്താ മെയിൻ എയിം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ റീഡിംഗ് കാർഡ്സ് മേക്ക് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പൊ റീഡിംഗ് കാർഡ്സ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് 8 ഇഞ്ച് നീളം, എത്ര ഇഞ്ചാണ്? 8 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിയും വരുന്ന കാർഡ്ബോർഡ് പീസുകൾ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, 8 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിയുമുള്ള കാർഡ്ബോർഡ് പീസുകൾ വെട്ടി അതിന് 1/2 ഇഞ്ച് ബോർഡർ നമ്മൾ ഓർക്കണം. എന്തോരം കൊടുക്കണം? 1/2 ഇഞ്ച് ബോർഡർ കൊടുക്കുക. ഈ ബോർഡറിന്റെ സെന്ററിൽ നമ്മൾ വേർഡ്സ് എഴുതുക. 5 റീഡിംഗ് കാർഡ്സ് മലയാളം, 5 റീഡിംഗ് കാർഡ്സ് ഇംഗ്ലീഷാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതിന് മൊത്തം 10 റീഡിംഗ് കാർഡ്സ് വേണം. ഇംഗ്ലീഷിന്റെ 5 എണ്ണം, മലയാളത്തിന്റെ 5 എണ്ണം. നമുക്ക് ഉപയോഗിക്കാവുന്ന ഇങ്ക് റെഡ് ഇങ്ക് വെച്ചിട്ട് മാത്രമാണ് ഇവിടെ എഴുതാമോളൂ. ഓക്കെ, അപ്പൊ നമുക്കിത് എങ്ങനെ